Dear students, ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് എന്താണ് ഹൈപ്പർ ത്രെഡിംഗ് ടെക്നോളജി എന്ന് നോക്കാം. ഈ ഹൈപ്പർ ത്രെഡിംഗ് ടെക്നോളജി എന്ന് പറയുന്നത് ഇന്റലിൻ്റെ ഒരു ഹാർഡ്വെയർ ഇന്നോവേഷൻ ആയിരുന്നു. ഹാർഡ്വെയർ ഇന്നോവേഷൻ എന്ന് പറയുമ്പോൾ ശരിക്കും ഒരു കോറിൽ 2 ലോജിക്കൽ പ്രോസസ്സേഴ്സ് ഇരിക്കുന്ന പോലുള്ള ഒരു ഫീലാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിംഗിൾ മൈക്രോ പ്രോസസ്സറിന് തന്നെ 2 സെപ്പറേറ്റ് പ്രോസസ്സേഴ്സായിട്ട് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട് അവിടെ. കോർ എന്ന് പറയുന്നത് എന്താണ്? കോർ എന്ന് പറയുന്നത് CPU-ൻ്റെ ബ്രെയിനാണ്. കാര്യം പ്രോസസ്സിങ് യൂണിറ്റ് ആണ്. അവിടെയാണ് ഈ പറയുന്ന ആക്ഷൻസ് ഒക്കെ പെർഫോം ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ എക്സിക്യൂഷനും ഒക്കെ നടക്കുന്നത് കോറിലാണ്. നമുക്ക് എന്താണ് ത്രെഡ് എന്ന് നോക്കാം. ത്രെഡ് എന്ന് പറയുന്നത് സോഫ്റ്റ്വെയറിൻ്റെ ഒരു പാർട്ടാണ് വിച്ച് ക്യാൻ റൺ ഇൻഡിപെൻഡൻ്റ്ലി. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സോഫ്റ്റ്വെയർ ദാറ്റ് ഈസ് നമ്മുടെ പ്രോഗ്രാമിങ്ങിന് അത് ഇൻഡിപെൻഡൻ്റായിട്ട് റൺ ചെയ്യാൻ പറ്റുന്ന ഒരു പാർട്ട്, ഒരു ചെറിയ പോർഷൻ, അതിനെയാണ് നമ്മൾ എന്ത് പറയുക, ത്രെഡ് എന്ന് പറയുന്നത്. ശരിക്കും ത്രെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സോഫ്റ്റ്വെയറിൻ്റെ ഒരു ബേസിക് യൂണിറ്റ് ആണ്. സോഫ്റ്റ്വെയറിൻ്റെ ബേസിക് യൂണിറ്റിനെയാണ് നമ്മൾ ത്രെഡ് എന്ന് പറയുന്നത്. വെറും യൂണിറ്റ് അല്ല, വിച്ച് ക്യാൻ റൺ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് റൺ ചെയ്യാൻ പറ്റുന്ന നമ്മുടെ പ്രോഗ്രാമിൻ്റെ ചെറിയൊരു പാർട്ട്, അതിനെയാണ് നമ്മൾ എന്ത് പറയുക, ത്രെഡ് എന്ന് പറയുക. ബേസിക് യൂണിറ്റ് ആണത്. ഈ ത്രെഡിനനുസരിച്ചിട്ടാണ് നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം പ്രോസസ്സറിൻ്റെ ടൈം അലോക്കേറ്റ് ചെയ്യുന്നത്. ചില പ്രോസസ്സറിൻ്റെ ടൈം അലോക്കേഷൻ നടക്കുന്നത് ഈ ത്രെഡിനനുസരിച്ചിട്ടാണ്. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ട ഒരു കോൺസെപ്റ്റാണ്. ത്രെഡ് എന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ പ്രോഗ്രാമിനകത്ത് ഇൻഡിപെൻഡൻ്റായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഗ്രാമിംഗ് പാർട്ടാണ് ത്രെഡ് എന്ന് പറയുന്നത്. ഇത് ശരിക്കും എന്താണ്, ബേസിക് യൂണിറ്റ് ആണ് സോഫ്റ്റ്വെയറിൻ്റെ. ഇതിനനുസരിച്ചിട്ടാണ്, ഈ ത്രെഡിനനുസരിച്ചിട്ടാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം പ്രോസസ്സറിൻ്റെ ടൈം അലോക്കേറ്റ് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ പറഞ്ഞു ഹൈപ്പർ ത്രെഡിംഗ് ടെക്നോളജിയിൽ 2 ലോജിക്കൽ പ്രോസസ്സേഴ്സ് ഒരു കോറിൽ ഉള്ള പോലെയാണ് അത് വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ 2 ലോജിക്കൽ പ്രോസസ്സേഴ്സ് ഒരു കോറിലുള്ള പോലെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞു എന്താണ് ത്രെഡ് എന്ന് പറഞ്ഞു അല്ലേ. ഇപ്പോൾ ഈ ശരിക്കും ഹൈപ്പർ ത്രെഡിങ് എന്ന് പറയുന്ന ടെക്നോളജി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോർ ദാൻ 1 ത്രെഡ് ഒരു കോറിൽ വർക്ക് ചെയ്യും. മോർ ദാൻ 1 ത്രെഡ് വർക്ക് ചെയ്യാന്ന് വെച്ചാൽ എന്താണ്? ശരിക്കും നമ്മൾ പറഞ്ഞു 2 സെപ്പറേറ്റ് ലോജിക്കൽ പ്രോസസ്സായിട്ട് വർക്ക് ചെയ്യുന്നത്. പല എന്ന് പറഞ്ഞാൽ ഈ ഒരു കോറിൽ തന്നെ മൾട്ടിപ്പിൾ ത്രെഡ്സ് വർക്ക് ചെയ്യും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ത്രെഡ് എന്താണെന്ന് പറയുന്നത് എന്താണ്, ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള പ്രോഗ്രാം പാർട്ടിനെയാണ് നമ്മൾ ത്രെഡ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ത്രെഡ് മോർ ദാൻ 1 ത്രെഡ് എന്നുവെച്ചാൽ ഒന്നിൽ കൂടുതൽ ത്രെഡ് ഒരു കോറിൽ ഒരേ സമയം വർക്ക് ചെയ്യും. അതിനെയാണ് നമ്മൾ ഹൈപ്പർ ത്രെഡിങ് എന്ന് പറയുന്നത്. ഇങ്ങനെ വർക്ക് ചെയ്യുന്നതുകൊണ്ടുള്ള ബെനിഫിറ്റ്സ് ആണ് ഇനി പറയാൻ പോകുന്നത്. ഇറ്റ് ഇൻക്രീസസ് CPU പെർഫോമൻസ് ബൈ ഇംപ്രൂവിങ് ദ പ്രോസസ്സേഴ്സ് എഫിഷ്യൻസി. അപ്പോൾ ഇങ്ങനെ മോർ ദാൻ 1 ത്രെഡ് അറ്റ് എ ടൈം വർക്ക് ചെയ്യുന്നതുകൊണ്ട് ചില പ്രോഗ്രാമിങ്ങിൻ്റെ ചെറിയ ചെറിയ പാർട്സായിട്ട് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് പാർട്സ് ഒരേ സമയം വർക്ക് ചെയ്യാണ്. അങ്ങനെ വരുമ്പോഴത്തേക്ക് പ്രോസസ്സറിൻ്റെ എഫിഷ്യൻസി നന്നായിട്ട് ബൂസ്റ്റ് ചെയ്യും. നമുക്ക് നോക്കുമ്പോൾ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ കോറ് തന്നെ ഉള്ളൂ. പക്ഷേ ലോജിക്കലി ഇതിൻ്റെ പ്രോസസ്സിങ് വെച്ച് നോക്കുമ്പോൾ ഇത് 2 കോറ് വർക്ക് ചെയ്യുന്നതായിട്ട് ഫീൽ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതെങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ ഒരു കോറ് എന്താണ് സിംഗിൾ ത്രെഡിങ് യൂസ് ചെയ്യുമ്പോൾ ചില ഒരു സമയം ഒരു ത്രെഡ് യൂസ് ചെയ്യുന്ന ഒരു കോറ് വർക്ക് ചെയ്യുന്ന പോലെ അല്ല ഇത്. മൾട്ടിപ്പിൾ ത്രെഡ്സ് ഒരു ടൈമിൽ വർക്ക് ചെയ്യാന്ന് പറയുമ്പോഴത്തേക്കും ശരിക്കും ഇതെന്താ സംഭവിക്കുക എന്ന് പറയുന്നത്, ഇതിൻ്റെ സാധാരണ ഇപ്പോൾ ഒരു സിംഗിൾ ത്രെഡഡ് പ്രോസസ്സർ വർക്ക് ചെയ്യുമ്പോൾ അതിനകത്ത് ഐഡിൽ ടൈം ഒക്കെ വരാമല്ലോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു വർക്കിൻ്റെ ഏതെങ്കിലും ഒരു ത്രെഡിൻ്റെ ഔട്ട് വന്നിട്ട് അടുത്ത ത്രെഡ് എക്സിക്യൂട്ട് ചെയ്യേണ്ട ഒരു സമയം വരാമെങ്കിൽ കുറച്ച് സമയം ഐഡിലായിട്ട് പ്രോസസ്സറിന് ഇരിക്കേണ്ടതായിട്ട് വരും. പക്ഷെ ഇവിടെ ഈ മൾട്ടി ത്രെഡിങ്ങിനകത്ത് ദാറ്റ് ഈസ് ഹൈപ്പർ ത്രെഡിങ്ങിനകത്ത് അങ്ങനെ ഒരു പ്രോബ്ലം വരുന്നില്ല. കാര്യം അങ്ങനെ ഒരു വെയിറ്റിംഗ് ടൈം ഇല്ല. ആ ഐഡിൽ ടൈം പോലും യൂട്ടിലൈസ് ചെയ്തുകൊണ്ട്, കാര്യം മൾട്ടിപ്പിൾ ത്രെഡ്സ് ആണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടി ആ ടൈമെല്ലാം മാനേജ് ചെയ്തിട്ട് അറ്റ് എ ടൈം മോർ ദാൻ 1 ത്രെഡാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോഴത്തേക്കാണ് ശരിക്കും പ്രോസസ്സറിൻ്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത് അപ് ടു 30% ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. പ്രോസസ്സറിൻ്റെ പല സെക്ഷൻസും ഡ്യൂപ്ലിക്കേഷൻ നടക്കുന്ന പോലെ. കാര്യം വെച്ചാൽ എന്താണ്, എല്ലാം ഒരുപാട്
ത്രെഡ്സ് വർക്ക് ചെയ്യുന്നത് കൊണ്ട് എല്ലാം ഒരേ സമയം ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പല സെക്ഷൻസും ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്ന ഒരു ഫീലാണ് ഇവിടെ ഉണ്ടാകുന്നത്. അങ്ങനെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് പാരലൈസേഷൻ, കമ്പ്യൂട്ടേഷൻ്റെ പാരലൈസേഷനെ ഇംപ്രൂവ് ചെയ്യുന്നുണ്ട്. പാരലൈസേഷൻ എന്ന് വെച്ചാൽ എന്താണ്? അറ്റ് എ ടൈം മോർ ദാൻ വൺ ടാസ്ക് നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ തൊട്ട് മുമ്പ് തന്നെ പറഞ്ഞാണ് പ്രോസസ്സറിൻ്റെ പെർഫോമൻസ് അബൌട്ട് 30% ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ പ്രോസസ്സറിൻ്റെ ത്രോപുട്ട്, അതുപോലെ തന്നെ ഓവറോൾ പെർഫോമൻസ്, ഒരു ത്രെഡഡ് സോഫ്റ്റ്വെയറിൽ വർക്ക് ചെയ്യുന്ന പെർഫോമൻസ് വളരെയധികം ഇംപ്രൂവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഹൈപ്പർ ത്രെഡിങ് ടെക്നോളജിയിൽ എന്താ സംഭവിക്കുക? ശരിക്കും ഒരൊറ്റ പ്രോസസ്സർ തന്നെ ഉള്ളൂ, പക്ഷേ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിനും അതുപോലെ തന്നെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനുമൊക്കെ എന്താണ്, 2 സെപ്പറേറ്റ് പ്രോസസ്സർ വർക്ക് ചെയ്യുന്ന അതേ ഫീല്, അതേ പെർഫോമൻസ് കൊടുക്കുന്നുണ്ട്. അതാണ് ശരിക്കും ഇവിടെ മനസ്സിലാക്കേണ്ടത്. കാര്യം എന്തുകൊണ്ടാണ് ഇവിടെ ത്രെഡിങ്, ഹൈപ്പർ ത്രെഡിങ് എന്ന് പറയുന്ന ടെക്നോളജിയാണ്. ദാറ്റ് ഈസ് അതിൻ്റെ മൊത്തത്തിൽ നമ്മളൊന്ന് പറയാനാണെന്നുണ്ടെങ്കിൽ മോർ ദാൻ വൺ ത്രെഡ് അറ്റ് എ ടൈം വർക്ക് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ശരിക്കും ഇതിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനും ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിൻ്റെയൊക്കെ പോയിന്റ് ഓഫ് വ്യൂവിൽ 2 ലോജിക്കൽ പ്രോസസ്സേഴ്സ് അറ്റ് എ ടൈം വർക്ക് ചെയ്യുന്ന ഒരു എഫക്റ്റ് കൊടുക്കുകയാണ്. അപ്പോൾ ഇതാണ് ഹൈപ്പർ ത്രെഡിങ് ടെക്നോളജി എന്ന് പറയുന്നത്. Thank you.